ശ്രീജിത്ത് പണിക്കർ, എന്തെല്ലാമോ നടക്കുന്നു എന്നാണ് ഇപ്പോൾ പറയാൻ പറ്റുക. ലോക്സഭാ നടപടികളിൽ ബജറ്റ് കഴിഞ്ഞതിന് പിറ്റേ ദിവസം തുടങ്ങിയ കൂട്ടപ്പൊരിച്ചിലാണ്. അതിന്നിപ്പോൾ സ്പീക്കർക്കെതിരായിട്ടുള്ള അവിശ്വാസ പ്രമേയ നോട്ടീസിൽ എത്തി നിൽക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് പറയുന്നു പ്രധാനമന്ത്രിക്ക് ഭയമാണ്. അതേസമയം പ്രതിപക്ഷ നേതാവിന്റെ പ്രസംഗം പൂർത്തിയാക്കാൻ അനുവദിക്കാത്ത നടപടി അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധമാണ് എന്നുള്ളതിൽ ഉറച്ചു നിൽക്കുകയാണ് പ്രതിപക്ഷം. ഞാൻ ഡേസിയോടൊന്ന് സംസാരിക്കട്ടെ. താൻ എന്ത് സംസാരിക്കാനാണ്? താനോട് നാദി മുഴുവൻ കഴിഞ്ഞിട്ടില്ല എന്റെ സംഭാഷണം. അത്രേ മതി. ഈ പുസ്തകം അവിടെ വായിച്ചു എന്നുള്ളതുമായി ബന്ധപ്പെട്ടാണ്. അത് ആദ്യം കാരവാനിൽ വന്നിരിക്കുന്ന ആർട്ടിക്കിളിന്റെ ഭാഗമാണ് വായിക്കുന്നത്. അതിനുശേഷം അദ്ദേഹം പുസ്തകം തന്നെ കൊണ്ടുവന്നു. എന്നിട്ട് ആ പുസ്തകം ഓതന്റിക്കേറ്റ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. പക്ഷെ അദ്ദേഹം വായിച്ചത് ആ പുസ്തകമായിരുന്നില്ല, അതുമായി ബന്ധപ്പെട്ട് വന്ന ഒരു ലേഖനമാണ്. അതിനുശേഷം അദ്ദേഹം ഓതന്റിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നു. എന്നിട്ട് ആ പുസ്തകം തന്നെ കൊണ്ടുവന്നു. അതൊരു അൺപബ്ലിഷ്ഡ് ബുക്കാണ്. അപ്പോൾ അത് അദ്ദേഹത്തിന് ഓതന്റിക്കേറ്റ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് പബ്ലിഷ്ഡ് അല്ല എന്ന് പ്രസാധകരായിട്ടുള്ള പെൻഗ്വിൻ ഇന്ത്യ തന്നെ പറയുന്നുണ്ട്. എഴുത്തുകാരനായിട്ടുള്ള ആള് തന്നെ പറയുന്നുണ്ട്. ഇപ്പൊ ഇതാ സാറേ കേരളത്തിന്റെ ഒരു സ്റ്റൈല്. ഇതുപോലെ ഇല്ലാത്ത സാധനത്തിന്റെ പിന്നാലെ ആൾക്കാർ മുഴുവനും. ഇന്നലെയാണ് പെൻഗ്വിൻ ബുക്സ് ഇത് സംബന്ധിച്ച വിശദീകരണം നൽകുകയും ഇന്നാണ് ജനറൽ നരവനെ ഇത് ഏറ്റെടുക്കുകയൊക്കെ ചെയ്തത്. അതിനു മുൻപ് 2023 പെൻഗ്വിൻ ബുക്സ് തന്നെ ഈ പുസ്തകം റെഡിയാണ് എന്ന് പറയുകയും അതിന് ജനറൽ നരാവനെ തന്നെ ട്വീറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ശ്രീമതി നിഷ, അതുമായി ബന്ധപ്പെട്ട് പെൻഗ്വിൻ ഇന്നൊരു ക്ലാരിഫിക്കേഷൻ ഏതാണ്ട് 5-6 മണിക്കൂർ മുമ്പ് അവർ ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ അവർ പറയുന്നത് ഒരു പബ്ലിഷ്ഡ് പുസ്തകം എന്ന് പറയുന്നതും ഒരു പുസ്തകം പ്രീ ബുക്കിങ്ങിന് റെഡിയാണ് എന്ന് പറയുന്നതും അൺപബ്ലിഷ്ഡ് ആണ് എന്ന് പറയുന്നതും 3 കാര്യങ്ങളാണ് എന്നവർ പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ ആ പുസ്തകം തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് അവരുടെ വിശദീകരണം. ഇപ്പോഴത്തെ കാലത്ത് കള്ളന്മാർക്കൊക്കെ ദീർഘവീക്ഷണം കൂടുതലാ. ഈ പുസ്തകം അൺപബ്ലിഷ്ഡ് ആണ് എന്ന കാര്യത്തിൽ അവർക്ക് തർക്കമില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പുസ്തകം ഞങ്ങൾ പ്രിന്റ് ചെയ്തിട്ടില്ല എങ്കിൽ പിന്നെ അത് രാഹുൽ ഗാന്ധിക്ക് എവിടെ നിന്ന് കിട്ടി എന്നുള്ളത് രാഹുൽ ഗാന്ധിയോ കോൺഗ്രസോ പറയണം. 2023 പെൻഗ്വിന്റെ ട്വീറ്റിനെ കോട്ട് ചെയ്തുകൊണ്ട് ജനറൽ നരാവനെ പറയുന്നത്, ഹലോ ഫ്രണ്ട്സ്, മൈ ബുക്ക് ഈസ് അവൈലബിൾ നൗ, ജസ്റ്റ് ഫോളോ ദ ലിങ്ക്, ഹാപ്പി റീഡിംഗ്, ജയ് ഹിന്ദ് എന്നാണ്. എന്ന് പറഞ്ഞാൽ എന്റെ പുസ്തകം ഇപ്പോൾ ലഭ്യമാണെന്നാണ് ജനറൽ നരാവനെ പറയുന്നത്. മേ ബി പ്രീ ഓർഡർ ലിങ്ക് ആയിരിക്കാം. പക്ഷെ ഇതിൽ തർക്കമില്ലാത്ത കാര്യം എന്താണ്? അതിനുശേഷം 2-2.5 വർഷം കഴിഞ്ഞതിന് ശേഷം പ്രസാധകർ തന്നെ പറയുന്നുണ്ട് പബ്ലിഷ് ചെയ്തിട്ടില്ല എന്ന്. ഈ പുസ്തകം പബ്ലിഷ്ഡ് ആണെന്ന് കരുതിക്കോളൂ. ഈ പുസ്തകത്തിന്റെ ഒരു കോപ്പി കാണിക്കാം. രാഹുൽ ഗാന്ധിയുടെ കയ്യിലല്ലാതെ ശ്രീ വസന്തിന്റെ കയ്യിൽ ഇതിന്റെ ഒരു കോപ്പി ഉണ്ടോ? ഇല്ല. ചില മുഖംമൂടികൾ അഴിഞ്ഞു വീണു ഗോപാല. ആരുടെയും കയ്യിൽ കോപ്പി ഇല്ല. അപ്പൊ അത് രാഹുൽ ഗാന്ധിക്ക് ഓതന്റിക്കേറ്റ് ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്നത് ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്താണ്, അതിന്റെ കോണ്ടെക്സ്റ്റ് സഭയിൽ ഡിസ്കസ് ചെയ്യുന്ന ബിസിനസ്സുമായി ബന്ധപ്പെട്ടതാണോ? ഈ കാര്യവുമായി ബന്ധപ്പെട്ട് സഭയിലിരിക്കുന്ന ബാക്കി അംഗങ്ങൾക്ക് അറിയില്ല. അതിൽ യഥാർത്ഥ കോണ്ടെക്സ്റ്റ് എന്താണ് എന്നതിനെ കുറിച്ച് എങ്ങനെ പറയും? താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അറിയില്ല, 23 മുതൽ ഇതിനെ സംബന്ധിച്ച പല പരാമർശങ്ങൾ, ഇപ്പൊ അഗ്നിപത് സ്കീമിനെ കുറിച്ച് മുൻ കരസേനാ മേധാവി ഈ പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നു എന്നൊക്കെ പറഞ്ഞ് പലതരത്തിൽ ഇത് സംബന്ധിച്ച് വന്നിട്ടുണ്ട്. അപ്പോഴൊന്നും സർക്കാരോ അല്ലെങ്കിൽ ഡിഫൻസ് മിനിസ്ട്രിയോ ഇത് സംബന്ധിച്ച് ഒരു എതിർപ്പും പ്രകടിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ്. പാർലമെന്റിൽ വന്ന ശേഷം മാത്രമാണ് ഇതിനെതിരായിട്ടുള്ള ഇത്ര ശക്തമായ ഒരു ചെറുത്തുനിൽപ്പ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. എന്ന് വെച്ചാൽ വ്യക്തമായി പറഞ്ഞാലേ മുതലാളിക്ക് മനസ്സിലാവൂ. എന്തോ കേട്ടോടാ രാവുണ്ണി? അല്ലത് പാർലമെന്റിൽ ഹൗസ് ഓഫ് ബിസിനസ് വഴിയാണ് അത് ചെയ്യുന്നത്. ഇപ്പൊ കാരവനിൽ ഇത് പബ്ലിഷ് ചെയ്തോ എന്നുള്ളതിനെ പറ്റി സർക്കാരിന് ബോധം ആവേണ്ട കാര്യമില്ല. സർക്കാരിന്റെ മുന്നിൽ അതൊരു പരാതിയായിട്ട് വരികയോ ഒരു പരാമർശമായിട്ട് അവരുടെ മുന്നിൽ വരികയോ ചെയ്താൽ മാത്രം അവരത് ശ്രദ്ധിച്ചാൽ മതി. ഇപ്പൊ നമ്മുടെ ഇവിടെ കേരളത്തിൽ പിണറായി വിജയനെതിരെ ആർട്ടിക്കിൾ എഴുതുന്ന എത്രയോ പത്രങ്ങളുണ്ട് പ്രസിദ്ധീകരിക്കുന്ന, അതിനെതിരെ അവർ പറയില്ല. പക്ഷേ ഹൗസിൽ ഏതെങ്കിലും ഒരു കാര്യം എടുത്ത് പറയുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് പറയും. അങ്ങനെ മാത്രമേ അതിനെ കാണേണ്ടതുള്ളൂ എന്നാണ് ഞാൻ കരുതുന്നത്. അതായത് അൺപബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു പുസ്തകം, ആ പുസ്തകത്തിന്റെ കോപ്പി വേറെ ആർക്കും അവൈലബിൾ അല്ല എങ്കിൽ അത് ലഭ്യമായ നിരവധി കോപ്പി കിട്ടുമായിരുന്നെങ്കിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ കോപ്പി കൊണ്ടുവന്ന് ഈ പാർലമെന്റിൽ കോൺഗ്രസിന്റെ എംപിമാർ കാണിക്കുന്നത് പോലെ തന്നെ എല്ലാവർക്കും അത് കാണിക്കാമായിരുന്നല്ലോ. ഇപ്പൊ പെൻഗ്വിൻ പറയുന്നത് അനുസരിച്ചിട്ടാണെങ്കിൽ രാഹുൽ ഗാന്ധി ഇതിൽ പ്രതിയാകേണ്ടതാണ്. കേസ് ചാർജ് ചെയ്യാനോ? അതെ, കാരണം ഇതിൽ കോപ്പിറൈറ്റ് വയലേഷൻ ആണ് എന്ന് അവർ പറയുന്നുണ്ട്. അതിനെ അദ്ദേഹം എങ്ങനെ ഓതന്റിക്കേറ്റ് ചെയ്യും? ഞാൻ പറയുന്നത് എന്നോട്, ഞാനിപ്പോൾ ഒരു പാർലമെന്റ് അംഗമാണെന്ന് കരുതിക്കോളൂ, അല്ലെങ്കിൽ നിഷ ഒരു പാർലമെന്റ് അംഗമാണ്. നമ്മൾ ആ സഭയിൽ ഇരിക്കുന്ന സമയത്ത് നമ്മൾക്ക് ലഭ്യമല്ലാത്ത ഒരു പുസ്തകത്തിനെ ഓതന്റിക്കേറ്റ് ചെയ്യാൻ ഒരു അംഗത്തിന് എങ്ങനെ സാധിക്കും?
പിന്നെ നെഞ്ചിൽ പിടിച്ചു കൈയിട് വഴിയുണ്ടാക്കാം. അതിന്റെ കോണ്ടന്റ് ഉള്ളടക്കത്തെ ഇതുവരെ ജനറൽ നരാവനെയും തള്ളി പറഞ്ഞിട്ടില്ല. ഈ വന്ന ഉള്ളടക്കത്തെ സംബന്ധിച്ച് അദ്ദേഹം എതിരഭിപ്രായം ഒന്നും പറഞ്ഞിട്ടില്ല. അത് തെറ്റാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. അപ്പോ അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ അദ്ദേഹം എഴുതിയിട്ടുണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ അങ്ങനെയെങ്കിൽ ഭരണ നേതൃത്വത്തിൽ നിന്ന്, രാഷ്ട്രീയ നേതൃത്വത്തിൽ നിന്ന് ഉണ്ടാകേണ്ട ഉത്തരവാദിത്തം അവർ നിറവേറ്റിയില്ല എന്ന് തന്നെയല്ലേ ജനറൽ നരാവനെ പറഞ്ഞു വെക്കുന്നത്. അയ്യോ, ആര് പറഞ്ഞു പിടിപ്പിച്ചു പുളുവൊക്കെ? അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അല്ല, സൈനിക നടപടി ആയതുകൊണ്ടാണല്ലോ PM-ഉം പിന്നെ നമ്മുടെ പ്രതിരോധ മന്ത്രിയും കൂടി ചേർന്ന് തീരുമാനിക്കുന്നത്. ഇറ്റ് ഈസ് പ്യൂർലി എ മിലിറ്ററി ഡിസിഷൻ എന്ന് തീരുമാനിക്കുന്നത്. നിന്റെ വാക്കും കേട്ടാ ഞാൻ ഇറങ്ങി തിരിച്ചത്. എനിക്കൊരു പുണ്ണാക്കും അറിഞ്ഞൂടാ. എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നീ ചെയ്തു. രണ്ട് രാജ്യങ്ങൾക്കിടയിൽ ഒരുപക്ഷെ ഒരു യുദ്ധത്തിലേക്ക് പോലും പോകാവുന്ന സാഹചര്യങ്ങൾ ഉരുത്തിരിയാനിടയുണ്ട്. അങ്ങനെ യുദ്ധത്തിലേക്ക് പോകണോ അതോ ഇത് എവിടെ വെച്ച് നിർത്തണം? അത്തരം കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് രാഷ്ട്രീയ നേതൃത്വമല്ലേ? ഇല്ല, ഞാൻ അതുകൂടി അറിഞ്ഞിട്ടേ പോകുന്നു. ഓപ്പറേഷൻ സിന്ദൂർ എങ്ങനെയായിരുന്നു? ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി ആണോ തീരുമാനിച്ചത് 11 വിമാനത്താവളങ്ങളെ ആക്രമിക്കണമെന്ന്? ആണോ? പാകിസ്ഥാനിലെ 11 വിമാനത്താവളങ്ങളെ ആക്രമിക്കണമെന്ന് ഓപ്പറേഷൻ തീരുമാനിച്ചത് സിന്ദൂറിന് പിന്നിൽ സൈന്യമാണ്. സർക്കാരിന്റെ ഒരു റോളും ഇല്ല എന്നാണോ ശ്രീജിത്ത് പറയുന്നത്? അങ്ങനെയല്ലോ ഞാൻ പറഞ്ഞത്. അത് സൈന്യത്തിനോട് ഓപ്പറേഷനാണ്. പറഞ്ഞിരുന്നത് പക്ഷേ തിരിച്ച് അറ്റാക്ക് ചെയ്യാനുള്ള തീരുമാനം ആരാണ് എടുക്കുന്നത്? സർക്കാരാണ് എടുക്കുന്നത്. പ്രധാനമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, സർക്കാരാണ് എടുക്കുന്നത്. ഓപ്പറേഷനാണ്. നോ, അങ്ങനെയല്ല, കൺഫ്യൂസ് ആക്കരുത്. ഇത് ഓപ്പറേഷൻ അല്ലല്ലോ. ചൈനീസ് പട്ടാളം വരുന്നു എന്ന അറിയിപ്പാണ് കിട്ടിയത്. അതെ. അപ്പോൾ ചൈനീസ് പട്ടാളം അവരുടെ ടാങ്കുകളും മറ്റ് മിലിറ്ററി ഉപകരണങ്ങളുമായി അവരുടെ മൂവ്മെന്റ് നടക്കുന്നു. ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? വേണ്ടതൊരു മിലിറ്ററി ഡിസിഷനാണ്. നിങ്ങൾക്ക് ഉചിതമായത് നിങ്ങൾ ചെയ്യൂ എന്ന് പറഞ്ഞാൽ അറ്റാക്ക് ചെയ്യാനല്ല. നിങ്ങൾ അതിനെ വാച്ച് ചെയ്യുന്നു, നിങ്ങൾ അതിന് വേണ്ടുന്ന രീതിയിലത്തേക്കുള്ള റെസ്പോൺസ് നിങ്ങൾ കൊടുക്കുന്നു. അവർ അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ അറ്റാക്ക് ചെയ്യും, അല്ലെങ്കിൽ ബിൽഡപ്പ് ആണെന്നുണ്ടെങ്കിൽ ബിൽഡപ്പ് ചെയ്യും. അയ്യോ, ആ സംഭവത്തിന് ശേഷം മൂപ്പർക്ക് വളരെ ശ്രദ്ധയാ. നീ പേടിക്കണ്ട, യു സീ യു വിൽ സീ. അതിനൊരു പൊളിറ്റിക്കൽ ഒബ്ജക്റ്റീവ് സൈന്യത്തിന് കൊടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒരു മെസ്സേജിന്റെ ആവശ്യമേ ഇല്ല എന്നാണ് ശ്രീജിത്ത് പറയുന്നത്. അല്ല, പൊളിറ്റിക്കലി തീരുമാനിക്കേണ്ടത് സർക്കാരാണ്. മിലിറ്ററി അല്ല പൊളിറ്റിക്സ് തീരുമാനിക്കുന്നത്. മിലിറ്ററിയോട് മിലിറ്ററി ഡിസിഷൻ എടുക്കാൻ പറഞ്ഞാൽ ദേ ഡു ദ മിലിറ്ററി ഡിസിഷൻ. അവർ ബിൽഡപ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബിൽഡപ്പ് എടുക്കും, അറ്റാക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർ തിരിച്ച് അറ്റാക്ക് ചെയ്യും. അതാണ് അതിന്റെ ഡിസിഷൻ. അല്ലാതെ ഒരു സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ് പിന്നീട് വരുന്നത്. അതല്ലാതെ ഒറ്റ കമ്മ്യൂണിക്കേഷൻ കഴിഞ്ഞിട്ട് ചാനൽ കട്ട് ചെയ്യുമല്ലോ. ഈ കുടുംബത്തിന്റെ നിലയും വിലയും കൂടെ നോക്കണ്ടേ? സമയത്ത് ജനറൽ നരവനെ എന്താ ചെയ്യേണ്ടത്? ജനറൽ നരവനെ ഇതിനൊരു പ്ലാൻ ഉണ്ടാക്കുക. ആ പ്ലാൻ ഉണ്ടാക്കിയതിനു ശേഷം ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഇന്നതാണ് എന്ന് പറഞ്ഞിട്ട് കേന്ദ്ര സർക്കാരിനെ അറിയിക്കുക. കേന്ദ്ര സർക്കാരിൽ നിന്ന് ഗോ ഹെഡ് കിട്ടുക. ഇങ്ങനല്ലേ ഓപ്പറേഷൻ സിന്ദൂറിൽ നടന്നത്? ചേട്ടന് ഇതിനെപ്പറ്റി വലിയ ധാരണയില്ലല്ലേ? ഇതൊരു പൊളിറ്റിക്കൽ ഡിസിഷനാണ്. സൈന്യത്തിനെ വിടണോ വേണ്ടയോ എന്നുള്ളതാണ് പൊളിറ്റിക്കൽ ഡിസിഷൻ. സൈന്യത്തിനോട് ഉചിതമായിട്ടുള്ള തീരുമാനം എടുക്കാൻ പറയുന്നതാണ് പൊളിറ്റിക്കൽ ഡിസിഷൻ. പിന്നീട് എന്ത് ചെയ്യണം എന്നുള്ളത് സൈന്യം തീരുമാനിച്ചതിന് ശേഷം അത് കേന്ദ്ര സർക്കാരിനെ അറിയിക്കുന്നു. സർക്കാർ അതിനെ ഗ്രാന്റ് ചെയ്യുന്നു. അങ്ങനെയല്ലേ ഇതിന്റെ സീക്വൻസ്. എന്നാലും ഞങ്ങൾക്ക് അത്ര വിശ്വാസം പോരാ. വേണ്ട, നീ വിശ്വസിക്കണ്ട. അങ്ങനെയെങ്കിൽ പ്രധാനമന്ത്രിക്കോ അല്ലെങ്കിൽ ഡിഫൻസ് മിനിസ്റ്റർക്കോ ആ കാര്യം വിശദീകരിക്കാമല്ലോ. ഇങ്ങനെയാണ് പബ്ലിഷ് ചെയ്തില്ലാത്ത ഒരു പുസ്തകവുമായി ബന്ധപ്പെട്ട്, ഓതന്റിക്കേറ്റ് ചെയ്യപ്പെടാത്ത ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് റെസ്പോൺസ് വേണോ വേണ്ടയോ എന്നുള്ളത് അവരുടെ ഡിസ്ക്രിപ്ഷനാണ്. ഞാൻ പറയുന്നത് നമുക്കെല്ലാം വെരിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻഫർമേഷൻ ആണോ കിട്ടുന്നത് അല്ലയോ? അതാണ് ഇവിടുത്തെ പ്രശ്നം. അങ്ങനെ അല്ലാത്ത ഒരു വിവരത്തിൽ പ്രധാനമന്ത്രി പ്രതികരിക്കണം, പ്രതിരോധ മന്ത്രി പ്രതികരിക്കണം എന്ന് പറയുന്നതിൽ കാര്യമില്ല. ഒരു വാർത്താ സമ്മേളനം നടത്തി പോലും അങ്ങനെയല്ല, ഇതാണ് ഗാൽവാനിൽ സംഭവിച്ചിട്ടുള്ളത്. പ്രധാനമന്ത്രി പറയണ്ട, പ്രതിരോധ മന്ത്രി പറയണ്ട, പാർട്ടി സ്പോക്സ് പേഴ്സൺ പോലും അത് പറയാൻ തയ്യാറാവാത്തത് എന്തുകൊണ്ടായിരിക്കും? അല്ലത് അവർക്ക് ചെയ്യാവുന്നതാണ്. ഈ വിഷയത്തിൽ പാർട്ടി സ്പോക്സ് പേഴ്സൺ അല്ല സത്യത്തിൽ പറയേണ്ടത്. അത് പറയേണ്ടത് സർക്കാരാണ്. കാരണം ഇതൊരു പാർട്ടി ഡിസിഷൻ അല്ലല്ലോ. പോയിന്റ്. ഇതിപ്പോ നെഗറ്റീവായിട്ടാണോ അദ്ദേഹം അത് പറയുന്നത്, പോസിറ്റീവായിട്ടാണോ എന്ന് നമ്മൾ എങ്ങനെ ഉറപ്പിക്കും? അതായത് എന്നോട് അദ്ദേഹം പറയുന്നു നിങ്ങൾക്ക് ഉചിതമായത് ചെയ്യൂ എന്ന് പറയുന്നു എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പോസിറ്റീവ് അർത്ഥത്തിലാണോ നെഗറ്റീവ് അർത്ഥത്തിലാണോ അത് പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് ഉറപ്പുണ്ടോ? നിഷയ്ക്ക് ഉറപ്പുണ്ടോ? എനിക്ക് ഉറപ്പുണ്ടോ? എനിക്ക് ഉറപ്പില്ല. നിന്റെ ഈ നിലപാട് പൂർണ്ണമായി അംഗീകരിക്കാൻ എനിക്ക് കഴിയുന്നില്ല. കാരവാനിൽ വന്ന ലേഖനത്തിൽ താൻ എങ്ങനെയാണ് ഒറ്റപ്പെട്ടു പോയതെന്ന് ജനറൽ നരാവനെ പറയുന്നത് അവർ എഴുതുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ഇതെല്ലാം ഇത്തരം ആരോപണങ്ങൾ നിൽക്കുകയാണ്. മാഗസിനിൽ അച്ചടിച്ചു വന്ന ലേഖനമുണ്ട്. അതിനോട് വേണമെങ്കിൽ സർക്കാരിന് പ്രതികരിക്കാം, അല്ലെ? സഭയ്ക്കുള്ളിൽ പ്രതികരിക്കണമെന്നില്ല, സഭയ്ക്ക് പുറത്ത് വേണമെങ്കിൽ ഈ കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താവുന്നതല്ലേ ഉള്ളൂ എന്നാണ് എന്റെ സംശയം. അല്ല, സർക്കാർ നോർമലി അങ്ങനെ ചെയ്യില്ല. സർക്കാർ ചെയ്യുന്നത് എപ്പോഴും ഹൗസ് ഓഫ് ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ തന്നെ ഒഫീഷ്യൽ മാറ്റേഴ്സിനെ പറ്റി പറയുകയുള്ളൂ. കാരണം ഇതൊരു പൊളിറ്റിക്കൽ ആരോപണമല്ല. സർ, യഥാർത്ഥത്തിലുള്ള സത്യം പറഞ്ഞാൽ സാർ വിശ്വസിക്കില്ല. സാറെന്നല്ല ആരും വിശ്വസിക്കില്ല. ഈ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ മധ്യസ്ഥം വഹിച്ച് ഇല്ലാതാക്കിയത് ഞാനാണെന്ന് 36 തവണ എന്തോ മറ്റോ ട്രംപ് ഇതുവരെ പറഞ്ഞിട്ടുണ്ട്. അവസാനം പാകിസ്ഥാനിൽ നിന്നുള്ള ആൾക്കാർ തന്നെ ഔദ്യോഗികമായിട്ട് ഇന്റർവ്യൂവിൽ ഞാൻ പറഞ്ഞത് പറഞ്ഞോട്ടെ. പാകിസ്ഥാന്റെ മന്ത്രി എന്താ പറഞ്ഞേ?
ഞങ്ങൾ അമേരിക്കയുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തു, ഞങ്ങൾ ഇന്ത്യയുടെ അടുത്ത് ഞങ്ങളുടെ പിന്നെ ഈ മിലിറ്ററിയുടെ ഹെഡിനെ കൊണ്ട് വിളിപ്പിച്ചു എന്നല്ലേ പറഞ്ഞേ, അല്ലാതെ അമേരിക്ക ബ്രോക്കർ ചെയ്തു എന്നല്ലല്ലോ പറഞ്ഞത്. അല്ല മാമനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, നിന്നെ പറഞ്ഞാൽ മതിയല്ലോ. ഞങ്ങളാണ് പാനിക്കായിട്ട് ഞങ്ങൾ പോയതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊടുത്തിരിക്കുന്ന ഇന്റർവ്യൂ ഇവിടെ വന്നിട്ടുണ്ടല്ലോ. ഞാൻ പറഞ്ഞത് ചില ആൾക്കാർക്ക് നമ്മുടെ രാജ്യത്തുള്ള ആൾക്കാർ ശരിയാണ് പറയുന്നതിനേക്കാൾ ശ്രീജിത്ത്. വിശ്വാസം പാകിസ്ഥാനും മറ്റു രാജ്യങ്ങളിലുള്ള അമേരിക്കയും ആൾക്കാർ പറയുന്നുണ്ട് പറയുന്നതാണ്. അവരവരുടെ പക്ഷം. എല്ലാം കണ്ടല്ലോ നീ, ഇതൊക്കെ ഇവിടുത്തെ പ്രശ്നം. ഒരു കക്ഷി പറയുമ്പോൾ അത് തെറ്റാണോ ശരിയാണോ എന്ന് ഈ രാജ്യത്തെ ജനങ്ങളോട് പറയുന്നതല്ലേ ജനാധിപത്യത്തിലെ സുതാര്യത. തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് പറയാനുള്ള ആർജവം നമ്മുടെ ഭരണാധികാരികൾ കാണിക്കണം. ആ കക്ഷി ഇഗ്നോർ ചെയ്യുന്നത് ആദ്യമായിട്ടല്ലെന്ന് ഞാൻ പറഞ്ഞത്. എന്റെ പോയിന്റ് അതാണ്. ആ കക്ഷി ഇഗ്നോർ ചെയ്തത് ഇപ്പോഴല്ല, ആദ്യമായിട്ടല്ല. ആ കക്ഷി തന്നെ പറഞ്ഞു, ദാ നോക്കൂ, ഞാൻ 100%, 70%, 75%. ഇയാൾക്ക് എന്താണ് വയ്യേ? ഇവൻ പറയുന്ന നോക്കണ്ട, ഇവനിപ്പോ ഇങ്ങനെ സേതുവിന്റെ മരണത്തിന് ശേഷം ഇവന്റെ സമനില ആകെ തകർന്നിരിക്കുക.